നമസ്കാരം. ഇടുക്കി പട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ഇന്ന് കാണിക്കുന്നത് നെടുങ്കണ്ടത്തിന് സമീപമുള്ള കാലായിപ്പടി എന്ന് പറയുന്ന പ്രദേശത്തെ ദൃശ്യങ്ങളാണ്. വളരെ മനോഹരമായൊരു പ്രദേശങ്ങളാണ്. പോകാം വീഡിയോയിലേക്ക്. ബഡീസെ, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഷോർട്സ് ആണ് കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. നല്ല സപ്പോർട്ട് നിങ്ങളുടെ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ. നല്ല പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ച് എൻ്റെ കൂടെ കൂടിയ ആൾക്കാരാണല്ലോ നിങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ലോങ് വീഡിയോസും ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പറയണേ വീഡിയോയെക്കുറിച്ച്. ലോങ് വീഡിയോസ് എന്ന് ഞാൻ പറഞ്ഞത് ഷോർട്സ് ഇട്ടുണ്ടോ കേട്ടോ. അത് 1 മിനിറ്റ് താഴെയുള്ള വീഡിയോസ് ആണല്ലോ. അപ്പോൾ ഇത് ഒരു 4-5 മിനിറ്റ് നമ്മൾ നോർമലി ചെയ്യുന്ന അത്രയും ദൈർഘ്യമുള്ളൊരു വീഡിയോ അത്രേ ഉള്ളൂ. അതല്ലാതെ ഒത്തിരി ദൈർഘ്യമുള്ള വീഡിയോ അല്ല. ഞാൻ പല പ്രാവശ്യവും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വർഗം കണ്ടിട്ടുണ്ടോ എന്ന്. ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും സ്വർഗമല്ല കേട്ടോ. ഇതാണ് സ്വർഗം. ഇത് തന്നെയാണ് സ്വർഗം. കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് നമ്മുടെ സുഹൃത്ത് മനാഫ് പറയുന്നുണ്ടായിരുന്നു വീഡിയോ ഇടാൻ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. കാലായിപ്പടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മളെപ്പോഴും പോകുന്നത് പോലെ തന്നെ ഒരു മലമുകളാണിത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടം ടൗണിൻ്റെ ദൃശ്യങ്ങൾ മുകളിൽ നിന്ന് കാണാൻ പറ്റും. വഴി അല്പം ദുർഘടമാണ്. ഏറ്റവും മുകളിൽ വണ്ടി എത്തത്തുമില്ല. ദുർഘടമായ വഴികൾ നമ്മൾ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ കാണാൻ തുടങ്ങിയത്. ഹൈറേഞ്ചുകാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ദുർഘടമായ വഴിയെന്ന് പറയാനാകില്ല. പിന്നെ ആ ഫ്ലോയ്ക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഞാനും മനാഫും കൂടാണ് യാത്ര പുറപ്പെട്ടത്. എങ്കിലും വഴിയിൽ വെച്ച് നമ്മുടെ വേറൊരു കൂട്ടുകാരനെ കൂടെ കൂട്ടി കേട്ടോ. ഈ മൺപാതയിലൂടെയുള്ള നടത്തം ബഹുരസമാണ്. കാറ്റിൻ്റെ തലോടലേറ്റുള്ള ഒരു നടപ്പ് ഒരു പ്രത്യേക വൈബാണ്. ഇത്രയും ദൂരം പിന്നിട്ട് നമ്മൾ മുകളിലെത്തുമ്പോൾ ലോകം കീഴടക്കിയ ഒരു യോദ്ധാവിൻ്റെ സന്തോഷമാണ്. ഈ ഹരിതാഭയും പച്ചപ്പും ഒക്കെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? വീടിൻ്റെ അടുത്തു നിന്നും കേവലം 5-6 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ പ്രദേശം ഇത്രയും കാലം സന്ദർശിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഇത് തള്ളല്ല, ഇതാണ് സത്യം, മഹാസത്യം. എൻ്റെ സന്തോഷം ഏത് രീതിയിൽ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. വാക്കുകൾ കിട്ടുന്നില്ല. ഒട്ടും അതിശയോക്തി കലർത്താതെ പറഞ്ഞാൽ വൈബടിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. നമുക്കറിയാത്ത, നമ്മളെ അറിയാത്ത എന്തോരം സ്ഥലങ്ങളാണ് ഈ ലോകത്തുള്ളതെന്ന് ഞാൻ അവിടെ ഇരുന്നപ്പോൾ കരുതി. ലോകത്തിലല്ല, നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുണ്ട് ധാരാളം സ്ഥലങ്ങൾ. വിജനതയാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചുറ്റും കാറ്റിൻ്റെ സംഗീതം മാത്രം. ഞാൻ വീഡിയോ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ 2 സുഹൃത്തുക്കളും മലയുടെ ഏറ്റവും മുകളിലെത്തിയിരുന്നു. ഇനിയാണ് സുഹൃത്തുക്കളെ കാഴ്ചയുടെ പറുദീസ. എൻ്റെ ക്യാമറ കണ്ണുകൾ നിങ്ങളോട് കള്ളം പറഞ്ഞാലും നഗ്ന നേത്രങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല. ക്യാമറയിൽ കാണിക്കുന്നതിനും വിവരണം നൽകുന്നതിനും ഒരു പരിധിയുണ്ട്. നെടുങ്കണ്ടം പട്ടണത്തിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും ദൃശ്യങ്ങൾ ഒരു വിമാനത്തിൽ എന്ന പോലെ ഇവിടെ നിന്ന് കാണാൻ കഴിയും. നമ്മൾക്കറിയാവുന്ന സ്ഥലങ്ങളുടെ ആകാശ ദൃശ്യങ്ങൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാനും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റിലുമുള്ള ആളുകൾ നമ്മുടെ സേവനത്തെ മനസ്സിലാക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ആരും ദുഃഖിക്കുമല്ലോ. ആ സങ്കടവും പേറിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ ആ സങ്കടങ്ങളും വിഷമങ്ങളുമെല്ലാം എവിടെയോ പോയി മറിഞ്ഞിരുന്നു. നല്ലതുപോലെ സന്തോഷിച്ചിരിക്കുന്ന സമയത്തും അതുപോലെ ദുഃഖിച്ചിരിക്കുന്ന സമയത്തും നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് പറയാറുണ്ട്. അതായത് വിവേകം വികാരത്തിന് വഴിമാറരുതെന്ന്. ഞാനും ഇപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കുകയാണ്. വിവേകം വികാരത്തിന് അടിമപ്പെടാതെ ഒരു തീരുമാനമെടുക്കണം. ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ അല്പനേരം വന്നിരുന്നാൽ നമ്മൾക്ക് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു അനുഭവം. ഒഴുക്കിനെതിരെ നീന്തിയവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും ഇറങ്ങുകയാണെങ്കിൽ ജീവിതം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഓടുന്നവരെ വീഴാറുള്ളൂ. ഓടാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നടക്കുകയെങ്കിലും ചെയ്യുക. നല്ല നിലയിൽ സ്വപ്നം കാണുക, അങ്ങേയറ്റം വരെ സ്വപ്നം കാണുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാട് കയറി പോവുകയല്ല. ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളാണ് ഇവയൊക്കെ. എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ അതിൻ്റെ ഏറ്റവും മുകളിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീഡിയോ തന്നെ അങ്ങ് എടുത്തു. അത് പിന്നെ ഒരു പതിവാണെന്ന് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കൂട്ടത്തിൽ നമ്മുടെ കൂടെയുള്ള 2 മച്ചാന്മാരുടെ വീഡിയോയും കൂടെ ഞാൻ പകർത്തിയിട്ടുണ്ട് കേട്ടോ.
ഈ മലമുകളിൽ നല്ല ശക്തമായ കാറ്റാണ്. ചില സമയങ്ങളിലൊക്കെ നമ്മളെ പറത്തിക്കൊണ്ട് പോകുമെന്ന് തോന്നും. നമ്മൾ ഇപ്പോൾ കണ്ട സ്ഥലത്തിൻ്റെ മറുഭാഗം കാണാൻ വേണ്ടി ഞങ്ങൾ മലയുടെ മുകളിലേക്ക് കുറച്ചുകൂടി കയറി. അവിടെ ചെന്നപ്പോഴോ ദൃശ്യങ്ങൾ അതിലേറെ മനോഹരം. ഇങ്ങോട്ട് വരാൻ തോന്നിയ സമയത്തെ പഴിച്ചു. വേറൊന്നുകൊണ്ടുമല്ല, കുറച്ച് മുമ്പേ വരണമായിരുന്നു. എന്തായാലും വന്നതല്ലേ, ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. ചിലവഴിക്കാൻ പറ്റുന്ന മാക്സിമം സമയം അവിടെ ചിലവഴിക്കുക, അതായിരുന്നു ഉദ്ദേശം. സന്ധ്യ മയങ്ങുന്ന നേരമാണ്. ദൃശ്യങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗി കൂടും. മഴ കുറഞ്ഞു നിന്നത് ഒരനുഗ്രഹമായി. കാഴ്ചയുടെ വസന്തം ഇത് തന്നെയാണ്. നല്ല ശുദ്ധവായു, കിളികളുടെ ആരവം, പ്രാണവായു നല്ലതുപോലെ അകത്തേക്ക് വലിച്ചു കയറ്റി സാവധാനം തിരികെ ഇറക്കി. 2-3 പ്രാവശ്യം അത് ആവർത്തിച്ചു. ശരീരം മാത്രമല്ല, മനസ്സും ഒന്ന് തണുത്തുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ടെൻറ്റ് ക്യാമ്പിംഗ് നടത്താനും വൈകുന്നേര സമയം ചിലവഴിക്കാനുമൊക്കെ നല്ല സ്ഥലമാണിത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്യുകയായിരുന്നു ഇവിടെ ഒരു ടെൻറ്റ് ക്യാമ്പ് ചെയ്യണമെന്ന്. ഉറങ്ങി ഉണരുമ്പോഴുള്ള ദൃശ്യം വളരെ മനോഹരമായിരിക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെടുങ്കണ്ടം ടൗണിൻ്റെ ഒരു ആകാശ ദൃശ്യമാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴികളൊക്കെ ഇങ്ങനെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ വളരെ മനോഹരമായി തോന്നുന്നു. എത്ര മനോഹരമാണ് ദൃശ്യങ്ങളെന്ന് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു അതിശയോക്തി അല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞങ്ങളെല്ലാവരും കൂടി സൊറ പറഞ്ഞ് കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു. ഇത്രയും നാളും ഇവിടെ വരാൻ കഴിയാത്തതിൻ്റെ വിഷമം പങ്കുവച്ചു. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടന്നാൽ നമ്മളൊക്കെ ആരായിരുന്നു. എല്ലാറ്റിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് നടക്കുന്നതിനെക്കുറിച്ചും നടക്കാത്തതിനെക്കുറിച്ചും പറയാനും കൂട്ടത്തിലില്ലാത്തവരുടെ കുറ്റം പറയാനും ഇനി മുമ്പോട്ടുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കാനും കഴിഞ്ഞുപോയ തെറ്റുകൾ തിരുത്തി മുമ്പോട്ട് പോകാനുള്ള ദൃഢപ്രതിജ്ഞ എടുക്കാനും കാലം തന്ന മഹത്തായ ഒരു അവസരമായി ഇതിനെ കരുതുന്നു. പറഞ്ഞാൽ തീരാത്ത അത്രയും കാഴ്ചകളാണിവിടെ. കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന കാഴ്ചകൾ. കാറ്റിൻ്റെ തലോടലേറ്റ് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാൻ ആരാണ് കൊതിക്കാത്തത്? നേരം സന്ധ്യ മയങ്ങിയിരിക്കുന്നു. ഇനി മടക്കത്തിൻ്റെ സമയം. ഇവിടേക്ക് വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെയാണ് മടക്കം. ഇടുക്കി ബഡ്ഡിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ വീഡിയോസ് കണ്ട് ബഡ്ഡി ഫാമിലിയിലേക്ക് അംഗമായ ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എനിക്കൊരു പ്രചോദനമായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ധാരാളം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇടുക്കി ബഡ്ഡിയുടെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.